ലോങ് ഓഫിന് മുകളിലൂടെ ഗ്യാലറിയിലേക്ക് പറന്ന സിക്സർ നോക്കി ഒരു നിമിഷം രോഹിത് ശർമ്മ നിന്നു. പിന്നെ പുഞ്ചിരിച്ചു. ബാറ്റ് ഉയർത്തി. എന്തൊരാശ്വാസം. 487 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഏകദിനത്തിലെ ആദ്യ സെഞ്ചുറി. 2023 ഒക്ടോബർ 11 ഏകദിന ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു അവസാന 100 കടന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ സെഞ്ചുറി ഉണ്ടായിരുന്നു. 338 ദിവസത്തിന് ശേഷം രോഹിത് വീണ്ടും സെഞ്ചുറിക്കാരനായി. ഫോം നഷ്ടപ്പെട്ടെന്നും ക്യാപ്റ്റൻ പുറത്തു പോകാൻ സമയമായെന്നും കുറ്റപ്പെടുത്തിയവർക്ക് ബാറ്റ് കൊണ്ട് മറുപടി. 37-ാം വയസ്സിലും ബാറ്റ് സിക്സർ പൊഴിച്ചുകൊണ്ടേയിരുന്നു. സിക്സർ അടിയിൽ ലോകത്തെ രണ്ടാമത്തെ ബാറ്ററായി. ക്രിക്കറ്റ് ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ 2020 കളി നിർത്തിയ രോഹിത് കുറച്ചു കാലമായി ഫോമിലല്ലായിരുന്നു. ഓസ്ട്രേലിയയിലെ ടെസ്റ്റ് പരമ്പരയിൽ ദയനീയ പരാജയമായി. അവസാന ടെസ്റ്റിൽ നിന്ന് മാറി നിന്നു. വിരമിക്കൽ പ്രഖ്യാപനം ഉടനെ എന്ന വാർത്ത പരന്നു. അടുത്തയാഴ്ച തുടങ്ങുന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് മുമ്പ് ക്യാപ്റ്റൻ ഫോം വീണ്ടെടുത്തത് ഇന്ത്യക്ക് ആശ്വാസം പകരും. ചാമ്പ്യൻസ് ട്രോഫി നേടി വിരമിക്കാനാകും രോഹിത് ആഗ്രഹിക്കുക.